അല്ലല്ലോ ആ മത്സരിക്കേണ്ടത് കേട്ട് ശരിയാണോ? മത്സരിക്കാൻ തീരുമാനിച്ചേ ജനങ്ങൾ ഇന്നെ നിക്കാനയക്കണില്ല. ലത്തൊജ്ജ് നിക്ക് ഞാനത് തീരുമാനിച്ചു നിക്കാന്. ഏത് പാർട്ടിക്ക്? അതിന്റെ വർത്താനം പറഞ്ഞ എല്ലാരും ഇഞ്ച പാർട്ടിയാ. പിന്നെ നിന്നാ ജയിക്കണം, നിൽക്കാനല്ല പണി. ജയിക്കുന്ന ഉറപ്പുണ്ടോ? പൊന്നാരാലിയാക്ക ദുനിയാവ് മുഴുവൻ ഇഞ്ച ആൾക്കാരല്ലേ. അവച്ച് വാടിക്കൊന്നല്ല മത്സരിച്ചത്. അത് ശരി. എത്താ പച്ചോ ഇന്ത്യരാജ്യം മൊത്തത്തിൽ ഇഞ്ചൊരു സ്ഥാനാർത്ഥിയാ? അങ്ങനെയല്ലേ. പിന്നെന്താണ്? പഞ്ചായത്തിൽ തന്നെ ഫുള്ള് ഇഞ്ച ആൾക്കാരല്ലേ. ശരി, വാടിക്കൊന്നല്ല, അത് മനസ്സിലായി. അല്ലല്ലോ എത്തുവാ ഇപ്പൊ ജയിക്കുകയാണെങ്കിൽ നമ്മളെ ഈ നാട്ടുകാർക്കും പഠിച്ച് എന്ത് ചെയ്യും? പൊന്നാരാലിയാക്ക നിങ്ങൾ എന്താ പറയാ, ജയിക്കുമെന്നോ? ജയിച്ചു, അതിലൊരു മാറ്റില്ല. നിങ്ങൾക്ക് കേൾക്കണോ ഞാൻ എന്താ എന്താ പണിയൊക്കെ അറിയോ? 50 വയസ്സായ പെരി കൂടെ മുഴുവൻ ഞാൻ കയറാണ്. ഏത് താത്താരാണ് ഏത് കാക്കാരും പെൻഷൻ കൊടുക്കാന് 50 വയസ്സും കഴിഞ്ഞാൽ ഞാൻ കയറിയ അന്ന് മുതൽ 5000 റുപ്യ പെൻഷൻ. നിങ്ങൾ എന്താ മനസ്സിലാക്കി? ചുരുക്കിയോ? പിന്നത്തെ 60 നിർത്തി, ഇപ്പൊ 50 വയസ്സായ അപ്പൊ പെൻഷൻ കൊടുക്കാനുള്ള പരിപാടി. അത് ശരി. ഇനി അടുത്ത പാർലമെന്റിക്ക് വരുന്നുണ്ട്, നിക്കും ഞാന്. സംഖ്യ കൂട്ടിയോ? സംഖ്യ 5000 ആക്കി. പാർലമെന്റ് കയറിയ അപ്പൊ ഞാൻ 5000. അല്ല, ഞാൻ എന്റെ കുടുംബം എനക്ക് വോട്ട് ചെയ്യേണ്ടി വരും. ധൈര്യമായിട്ട് വോട്ട് ചെയ്താ പേരിൽ എത്ര ആൾ 50 വയസ്സായോ ഓൽക്കൊക്കെ കണക്കിന് തന്നാ മതി. നിങ്ങള് ഞാൻ ഏറ്റു. അല്ല ലേഖ പോയിട്ടില്ല. ഇല്ലേ, ഞാൻ എനിക്ക് ഒരാളെ വെയിറ്റ് ചെയ്തോളൂ. അല്ല ഇപ്പൊ മൊത്തം ഒരുവിധൊക്കെ ആയി. ഇനി വൈകുന്നേരം നമുക്ക് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടെ പോരാ. ഇവിടെ വെച്ചാണ് നമ്മളെ പരിപാടി. ഇന്ന് വൈകുന്നേരം എല്ലാരും കൂടെ പോരാ. ഇങ്ങോട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു മീറ്റിംഗ് ഉണ്ട്. ഫുഡൊക്കെ ഉണ്ട്. ഫുഡ് അടിച്ച് പൊളിക്കാണ് ഇവിടെ. ഇത് ജയം ഉറപ്പിച്ചില്ലേ. പിന്നെ ഞമ്മക്ക് എന്താ തന്നെ ആലോചിക്കാന്. അപ്പൊ നേരത്തെ കാലത്തോട് പോരുണ്ടി, കുട്ടികളെ മക്കളൊക്കെ കൊണ്ടുവന്നോണ്ടി. പഞ്ചായത്ത് മെമ്പർ പിന്നെന്താ, എന്ത് മാണങ്ങളാണ് വന്നോണ്ടി. എന്ത് കാര്യത്തിലും ധൈര്യമായിട്ട് വന്നോളി. അപ്പൊ ഞാൻ ഉണ്ടാവും അവിടെ. എന്നാ വൈകുന്നേരം എന്നാ വൈകുന്നേരം പോരി.